ഖത്തറിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനിടയിലാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ യോഗം ചേരുകയും അവർ പറയുകയാണ് ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കണമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറബ് ലീഗിന്റെ സെക്രട്ടറി ആയ ഒരു മനുഷ്യൻ പറയുകയാണ്, അബ്ദുൾ അഹമ്മദ് ആണ് പറയുന്നത്, ഖത്തർ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണമെന്ന്. ഖത്തർ ശക്തമായി പ്രതികരിക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. ഇറാന് ഇസ്രയേലിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. ജനസംഖ്യാപരമായും അതോടൊപ്പം തന്നെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലും എല്ലാം നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ അറബ് ലീഗിന്റെ ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതികരണം എന്തായാലും തമാശ രൂപേണയാണ് കാണാനുള്ളത്. കാരണം ഈ ഇത്തരം അറബ് ലീഗും അതോടൊപ്പം തന്നെ മുസ്ലിം രാജ്യങ്ങളുടെയും വാക്ക് കേട്ട് എസിയിൽ കൂട്ടായിരുന്ന് തീരുമാനമെടുക്കാൻ എല്ലാവർക്കും കഴിയും. തിരിച്ച് ഖത്തർ ഒരു തിരിച്ചടി നൽകുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയിൽ അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം, അത് പിന്നീട് വരാം നമുക്ക് ആ വിഷയത്തിലേക്ക്. ഈ അമേരിക്കയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു നിർണായക ഘട്ടം എത്തുമ്പോൾ ഈ അമേരിക്ക ആരോടൊപ്പമായിരിക്കും നിൽക്കുക? അവർക്ക് ഇസ്രായേലിനെ തള്ളിപ്പറയാൻ കഴിയുമോ? അത് നാം തിരിച്ചറിയണം. എന്തായാലും ഈ ഖത്തറിന്റെ ഈ തെറ്റായ ഒരു നിലപാടല്ലേ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇസ്രായേലിൽ തങ്ങളുടെ നല്ല നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഹമാസ് തീവ്രവാദികൾ എത്തി അവരെ ആക്രമിക്കുകയായിരുന്നു. അല്ലാതെ ഇസ്രായേൽ കടന്നു കയറി ആക്രമിച്ചതല്ലോ, സാധാരണക്കാരായ ജനങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇങ്ങ് പെഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ, പാകിസ്ഥാനിൽ നിന്നെത്തിയ തീവ്രവാദികൾ കൊലപ്പെടുത്തിയപ്പോൾ നമുക്ക് എത്രത്തോളം വേദനിച്ചു എന്ന് ഇന്ത്യക്കാർക്ക് അറിയാമല്ലോ. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി 1200 പേർ കൊല്ലപ്പെടുന്നു. 250 പേരെ പിടിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു, തടവുകാരാക്കുന്നു. അവർക്ക് വെള്ളവുമില്ല, ആഹാരവുമില്ല, പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. അപ്പോൾ ഇസ്രായേലുകാരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? അവർക്ക് ഗാസയോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ? നമ്മുടെ ഇന്ത്യക്കാരുടെ മുന്നിൽ നിൽക്കുകയല്ലേ നമ്മുടെ അനുഭവം. പെഹൽഗാമിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന് ഫലമായും നമുക്ക് തിരിച്ചടിക്കണമെന്ന് തോന്നിയതുപോലെ തന്നെയാണ് ഈ ഇസ്രായേലിനും തോന്നിയത്. അങ്ങനെ തിരിച്ചടിക്കുന്ന ഘട്ടത്തിൽ അതിന് ചുക്കാൻ പിടിച്ച നേതാക്കളെ ഖത്തർ സംരക്ഷിക്കുകയാണ്. സംരക്ഷിച്ചിട്ട് അവർ അവിടെ ഇരുന്ന് ഈ താഴേക്കടിയിലെ ജനങ്ങളെ, അണികളെ ഇറക്കി ഇസ്രായേലിനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ തലയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഖത്തറിൽ ആക്രമണം ഉണ്ടായത്. ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോട് ഒരു ചോദ്യം. പെഹൽഗാമിൽ ആക്രമണം നടത്തിയവർ ഇന്ത്യയിൽ വന്നല്ലേ അവർ ആക്രമണം നടത്തിയത്? നാം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഫലമായി അതിന് വിട്ടവരെ തിരിച്ചടിച്ചു. അത് തന്നെയാണ് ഇസ്രായേലും ചെയ്തിരിക്കുന്നത്. ഖത്തറിലിരുന്ന് ഹമാസ് തീവ്രവാദികളെ ഇളക്കി വിട്ട് 1200 പേരെ കൊലപ്പെടുത്തിയവരെ കൊലപ്പെടുത്തുക, അത് ഇസ്രായേൽ ചെയ്താൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതൊരു ശരിയായ നിലപാടാണ്. ഇപ്പോൾ പിന്നെ പറയുകയാണ് ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്കുള്ള കടന്നുകയറ്റമാണ്, ആഭ്യന്തര നിയമങ്ങൾ. എന്താ ആഭ്യന്തര നിയമങ്ങൾ? 1200 പേർക്ക് ഈ മനുഷ്യാവകാശ പ്രശ്നവും മനുഷ്യത്വവും ആഭ്യന്തര നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു? അവരെ കൊന്നു തള്ളിയപ്പോൾ ഇല്ലായിരുന്നു? സ്ത്രീകളെ കൊന്നപ്പോൾ ഇല്ലായിരുന്നു? കുട്ടികളെ കൊന്നപ്പോൾ ഇല്ലായിരുന്നു? അവരെ ഈ ഇസ്രായേൽ പൗരന്മാർ മാത്രമാണോ അന്ന് കൊല്ലപ്പെട്ടത്? അന്ന് വിദേശത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സാധാരണക്കാർ അന്ന് കൊല്ലപ്പെട്ടിട്ടില്ലേ? അവർക്കില്ലാത്ത മനുഷ്യാവകാശമെന്നും ഹമാസിനും വേണ്ട, ഹമാസിന്റെ നേതാക്കൾക്കും വേണ്ട. അത് തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. അത് അവർ സ്വാഭാവികമായി നടപ്പിലാക്കി. ഇപ്പോൾ അവർ ലക്ഷ്യമിട്ട നേതാക്കളെ ഒന്നും പൂർണ്ണമായി തന്നെ പിടിച്ചെടുക്കാൻ അവർക്ക് കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വരുന്ന വിവരം. കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ കൊലപ്പെടുത്തും. അതിൽ വേറെ വിട്ടുവീഴ്ചയ്ക്ക് ആ രാജ്യം തയ്യാറല്ല. ആ രാജ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് കൊണ്ടാണ്, നോക്കൂ, നാം ഭൂപടം പരിശോധിക്കണം. നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം, 2 രാജ്യങ്ങൾ നമുക്കിടയിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇസ്രായേൽ ഭൂപടം പരിശോധിക്കൂ. അവർക്ക് ചുറ്റും എത്ര രാജ്യങ്ങളാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവർ കൃത്യമായി പിടിച്ചു നിൽക്കുകയാണ്.
അതിനുള്ള കാരണം എന്താണ്? അവിടെയാണ് ആ രാജ്യത്തിന്റെ കരുത്ത്. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ ആ രാജ്യം ഇല്ലാതാകും. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഈ ആക്രമണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ രാത്രി ഭക്ഷിക്കാനിരുന്ന ആഹാരമാക്കാനിരുന്ന ചിലരെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ കഴിച്ചു എന്നതായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവന. ഇതിലൂടെ തന്നെ കൃത്യമാണ്. എന്തായാലും ഇസ്രായേൽ തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. അവർ തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ രാജ്യങ്ങളെയും പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കും. ചില മതങ്ങളുടെ പേര് പറഞ്ഞ് ബാക്കിയുള്ള ജനങ്ങൾക്കും ചില രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിനെ വച്ചുപൊറിപ്പിക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറല്ല. അത് അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും ഇന്ത്യ ആയാലും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആയാലും. ഈ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് സമാധാനം വേണം. ചിലർ മതത്തിന്റെ പേരും പറഞ്ഞ് ഈ രാജ്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കളയാമെന്ന് കരുതുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. അത് തന്നെയാണ് നാം ഖത്തറിൽ കണ്ടത്. ഖത്തറിൽ കണ്ടതിൽ ഒരു വ്യത്യാസവും ഇനി വരാൻ പോകുന്നില്ല. ഇത്തരം നീക്കങ്ങൾ പതിവായിരിക്കും. എന്തായാലും ഇത്തരം പ്രസ്താവനകളെല്ലാം വലിയ തമാശയായി തോന്നുകയാണ്. അറബ് ലീഗ് ചേർന്നു, അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മ ചേർന്നു ശക്തമായി പ്രതികരിക്കണമെന്ന് പറഞ്ഞു, ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്താണ് ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ തുടക്കം പറഞ്ഞതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഓടിപ്പോയിരിക്കുകയാണ് ഖത്തറിലേക്ക് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കാൻ. തമാശയല്ലേ? ഇദ്ദേഹം ഒരു കോമാളിയായി മാറിയിരിക്കുകയല്ലേ പാകിസ്ഥാൻ എന്ന രാജ്യം. അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ട്? ഇത്തരം മണ്ടന്മാരെ വിളിച്ച് സ്വീകരിക്കാൻ ഈ ഖത്തർ തുനിയുന്നു. അതിനോർത്താണ് നമുക്ക് ഈ തമാശ തോന്നുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അടി ഇരന്നു വാങ്ങിയില്ലേ അവർ? ഇരന്നു വാങ്ങി പിന്നീട് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കട്ടെ, ഒരു ബ്രഹ്മോസ് എന്ന് പറഞ്ഞ് അയച്ചില്ലേ? ആ ഭയപ്പാടിലല്ലേ അവർ അമേരിക്കയോട് കാല് പിടിക്കാൻ പോയതും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ വിളിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ ഇന്ത്യ അതിൽ അങ്ങനെയൊന്നും ഇടപെട്ടിട്ടില്ല. ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായി യുദ്ധം നടത്തുക, ആക്രമിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യമല്ല. ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്താണ്? പെഹൽഗാമിലെ സാധാരണക്കാരായ ജനങ്ങളെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ ആക്രമിച്ചു. അവരെ പറഞ്ഞയച്ചവരെ പാഠം പഠിപ്പിക്കുക, അവർ ഇനി ഭൂമിയിൽ വേണ്ട, അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനവുമായി ഇന്ത്യ നടപ്പിലാക്കി. അപ്പോൾ അടിയും വാങ്ങി വീട്ടിലിരിക്കാത്ത പാകിസ്ഥാൻ, അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു. ആ തിരിച്ചടി താങ്ങാൻ കഴിയാത്ത പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടി. അല്ലാതെ നോക്കൂ, ഇന്ത്യക്ക് യുദ്ധത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുക, അത്രയേ ഉള്ളൂ. അടിച്ചില്ലെങ്കിൽ ഞങ്ങളും അടിക്കുന്നില്ല. അതിൽ ഇനി ട്രംപിന്റെ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവിടെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുന്നു, ഇന്ത്യ നിർത്തുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങൾ, ഈ അറബ് ലീഗ് വന്നാലും അതോടൊപ്പം തന്നെ ഇനി ബിൻ വന്നാലും സദാം ഹുസൈൻ വന്നാലും ഒരു പ്രശ്നവുമില്ല. ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അത് സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ തുടരുക തന്നെ ചെയ്യും. അപ്പോൾ അത് ആയുധം കൊണ്ടായാലും ആശയം കൊണ്ടായാലും ഇനി സൈബർ ആക്രമണം നടത്തിയാലും അവർ അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല, വെള്ളം ചേർക്കില്ല. ആ കാഴ്ച തന്നെയാണ് നാം ഖത്തറിലും കണ്ടത്.